നമസ്കാരം, ഞാൻ ഡോക്ടർ വൃന്ദ. ഇന്ന് ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദിക് ഡീടോക്സിഫിക്കേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് ആരോഗ്യവാനായ ഒരു മനുഷ്യൻ സ്വന്തമായി അവരവരുടെ ശരീരത്തിൽ ഏതൊക്കെ തരത്തിൽ അവരവരുടെ ടോക്സിൻ റിമൂവ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി. ആദ്യത്തേത് ബ്രാഹ്മമുഹൂർത്തം. ബ്രാഹ്മമുഹൂർത്തം ആയുർവേദ ക്ലാസിക്സിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കേണ്ട ഒരു സമയത്തെ പറ്റിയാണ്. അപ്പോൾ സൂര്യോദയത്തിന് 45 മിനിറ്റ് മുന്നേ, അല്ലെങ്കിൽ നമ്മുടെ രാത്രിയുടെ അവസാനത്തെ 3 മണിക്കൂർ, അതാണ് ഉത്തമമായ സമയം. ആ സമയത്ത് എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന ഒരുപാട് കഫപ്രധാനമായ രോഗങ്ങളെ അകറ്റാനും അതുപോലെ നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും. അടുത്തതായി ദന്തധാവനം അല്ലെങ്കിൽ ബ്രഷിംഗ് ടീത്ത്. നമ്മുടെ പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് ശേഷം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ പല്ലുകൾ വൃത്തിയായി കഴുകുക എന്നുള്ളത്. അതുവഴി വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് ദന്തരോഗങ്ങളെയും മുഖരോഗങ്ങളെയും നമുക്ക് തടയാൻ പറ്റും. നാവനം അല്ലെങ്കിൽ നസ്യം. മൂക്കിൽ മരുന്നൊറ്റിക്കുന്ന ഒരു ചികിത്സാവിധിയാണ് നസ്യം. അതിന് നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് അണുതൈലം. ദിവസേന 2 തുള്ളി അണുതൈലം മൂക്കിലൊറ്റിക്കുന്നത് ശിരോരോഗത്തെ തടയാനും അതുപോലെ മുഖരോഗത്തെയും ഒരുപാട് കഫം കളയാനും അതുവഴി നമ്മുടെ ടോക്സിൻസ് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഗണ്ടൂഷം അല്ലെങ്കിൽ ഗാർഗിളിംഗ്, അതായത് നസ്യം ചെയ്ത ഉടനടി ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് വായ്ക്കൊള്ളുന്നതും വായ് കഴുകുന്നതും വളരെ ഉത്തമമാണ്. അഥവാ ഉപ്പുവെള്ളം അല്ലെങ്കിൽ യഷ്ടിമല ചൂർണം, മൃഗല ചൂർണം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം തുളസി, പനിക്കൂർക്കില എന്നിവ വെച്ച് ആവി പിടിക്കാവുന്നതാണ്.